തിരുവനന്തപുരം മംഗലപുരത്ത് 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. സംഭവത്തിൽ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ കുടവൂർ സ്വദേശികളായ അശ്വിൻ ദേവ്, അഭിറാം, ശ്രീജിത്ത്, അഭിരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയത് പ്രതികളിൽ ഒരാളായ ശ്രീജിത്തിന്റെ പെൺസുഹൃത്തുമായുള്ള അടുപ്പത്തെ തുടർന്നെന്നാണ് പോലീസ് പറയുന്നത്. അരുൺമോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺമോഹൻ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ 4 സംഘം തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് പോലീസ് ഈ വിദ്യാർത്ഥിയെ മോചിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം? തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്താണ്? ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയായിരുന്നു 10ാം ക്ലാസ്സുകാരനായ മംഗലപുരം സ്വദേശിയായ ആഷിഖിനെ കാണാനില്ല എന്നും ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കുടുംബം പോലീസിൽ സമീപിക്കുന്നത്. തുടർന്ന് പോലീസും ഒപ്പം വാഹനം ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് പോയതെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് ഉൾപ്പെടെ എല്ലാവരും സംയുക്തമായി നടത്തിയ ഒരു തിരച്ചിലിനൊടുവിലായിരുന്നു ഈ പറയുന്ന ആഷിഖിനെ ആളൊഴിഞ്ഞ ഒരു പുരയിടത്തിൽ നിന്ന് കണ്ടെത്തുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ഇതിലെ പ്രതികളെന്ന് പറയുന്ന അശ്വിൻ ദേവ്, അഭിരാം, ശ്രീജിത്ത്, അഭിരാജ് എന്ന 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരിലൊരു ആളുടെ പെൺസുഹൃത്തുമായി ഈ യുവാവിന് ഈ 10ാം ക്ലാസ്സുകാരനുണ്ടായ ബന്ധമാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവരെ ചൊടിപ്പിച്ചതും ഇതേ ചൊല്ലിയുള്ള തർക്കവും അടിപിടിയിലും ഒക്കെ കലാശിച്ചതും ഈ തട്ടിക്കൊണ്ടുപോയൊക്കെ ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കഴിഞ്ഞ 11ാം തീയതിയും ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയതായി നമുക്ക് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 11ാം തീയതി ശനിയാഴ്ചയും ഈ പറയുന്ന ആഷിഖിനെ 2 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു. അന്നും കുടുംബം പോലീസിനെ സമീപിച്ചെങ്കിലും പോലീസ് കാര്യമായി എടുത്തിരുന്നില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അനുസരിച്ചത്തിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ ഇല്ല. അതാണ് വീണ്ടും ഈ വിഷയത്തില് ഈ പോലീസിന്റെ ഭാഗത്ത് യാതൊരു ഇടപെടലും ഉണ്ടാകാത്തതുകൊണ്ടാണ് 10ാം ക്ലാസ്സുകാരനെ വീണ്ടും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 4 അംഗ സംഘത്തിൽപ്പെട്ടവര് തന്നെയാണോ അന്നും ഈ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത്? അതിന്റെ കാരണവും ഈ പെൺസുഹൃത്തുമായിട്ടുള്ള അടുപ്പം തന്നെയായിരുന്നു. നമുക്ക് അങ്ങനെ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് അതിന്റെ ഭാഗത്ത് വരണം. പോലീസ് പറയുന്നത് ആ വിവരങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഈ പോയവർ പോലീസിനോടും നിയമ സംവിധാനത്തോടും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു യാത്ര തന്നെയായിരുന്നു തുടർന്നെന്ന് മനസ്സിലാക്കി. കാരണം ഇന്നലെ ഇവരെ പിന്തുടരുന്ന സമയത്ത് ഫോണിൽ ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഈ പറയുന്ന സംഘത്തിൽ ഒരാൾ, അതായത് ഈ പറയുന്ന സംഘത്തിൽ ഒരാൾ പോലീസിനോട് വളരെ മോശമായ രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തരത്തിൽ പോവുകയായിരുന്നു എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ ഈ പറയുന്ന എന്തും ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ പോകുന്നത്. പക്ഷേ പോലീസ് സംയോജിതമായി ഇടപെട്ട് പോലീസിന്റെ നയപരമായ ഇടപെടലിന്റെ ഭാഗമായി എന്തായാലും മണിക്കൂറുകൾക്കകം ഈ യുവാവിനെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ആ മർദ്ദനത്തിന് ഇരയായിരുന്നു, ചികിത്സയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട് ആശാന്. ഈ പറയുന്ന ആഷിഖിനെ വിധേയനാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും മണിക്കൂറിനുള്ളിൽ പോലീസ് ഇതിനൊരു വ്യക്തമായ ഒരു വിവരം നമുക്ക് നൽകും. എന്തായാലും 4 പേർ ഇപ്പോൾ മംഗലപുരം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അരുൺമോഹൻ, ഇവർക്ക് ഈ തട്ടിക്കൊണ്ടുപോയി നിലവിൽ പോലീസിന്റെ പിടിയിലായവർക്ക് ഏതെങ്കിലും ലഹരി കേസിലോ അതെങ്കിലും ഗുണ്ടാ സംഘത്തിലൊക്കെ പെട്ടവരാണോ? ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ, അതും 15 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകുന്നു, പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായെന്ന് പറയുന്നു. അങ്ങനെ വലിയ സ്വാധീനമുള്ളവരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ആണോ ഈ പ്രതികൾ? പോലീസിന്റെ ഭാഷ്യത്തിൽ ക്രിമിനൽ പശ്ചാത്തലം പറയുന്നില്ല. പക്ഷെ ഇവരിൽ ലഹരി സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ, ലഹരി സംഘങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ളത് പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. കാരണം അത് ഈ കുട്ടിയുടെ ആഷിഖിന്റെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലും പരാതിയായി ഉന്നയിച്ച സാഹചര്യത്തിൽ പോലീസിന് അത് തള്ളിക്കളയാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ ആ കാര്യമായി തന്നെയാണ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ കഴിഞ്ഞ പ്രാവശ്യം തട്ടിക്കൊണ്ടുപോയി ഇയാളെ ലഹരി ഉപയോഗിക്കാൻ ശ്രമിച്ചു, മർദ്ദിച്ചതിന് ശേഷം ശ്രമിപ്പിച്ചു എന്നൊക്കെയായിരുന്നു ആഷിഖ് അന്ന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അതിനെയും ഗൗരവമായി തന്നെ പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. ഇപ്പോൾ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തു വരുന്നു. വൈകിട്ടോടുകൂടി നമുക്ക് അതിന്റെ ഒരു വ്യക്തമായ ചിത്രം നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മംഗലപുരത്ത് 10ാം ക്ലാസ്സുകാരനെ കഴിഞ്ഞ രാത്രിയിലാണ് തട്ടിക്കൊണ്ടുപോയത്. കേസിൽ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.